എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഏതാണ്? കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പറവൂർ. പറവൂരാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. കേരള സംസ്ഥാനത്തിൻ്റെ എത്രാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ? കേരളത്തിൻ്റെ എത്രാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ? ആൻസർ ഓപ്ഷൻ ഡി, 24. കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ? കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ? ആൻസർ ഓപ്ഷൻ സി, 13. കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. കേരള ചരിത്രത്തിലെ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് 2026 നടന്നത്? കേരള ചരിത്രത്തിലെ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് 2026 നടന്നത്? ആൻസർ ഓപ്ഷൻ സി, 17. കേരള ചരിത്രത്തിലെ 17ാമത്തെ തിരഞ്ഞെടുപ്പാണ് 2026 നടന്നത്. 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ്? 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം? ആൻസർ ഓപ്ഷൻ ബി, 2026 മെയ് 18. 2026 മെയ് 18നാണ് 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം? ആൻസർ ഓപ്ഷൻ ബി, തിരൂർ. തിരൂർ മണ്ഡലമാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, എറണാകുളം. എറണാകുളമാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മലപ്പുറം. മലപ്പുറം ജില്ലയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. വയനാട് ജില്ലയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 85,327. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷമാണ് 87,327. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ച അംഗം? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ച അംഗം ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സി രവീന്ദ്രനാഥ്. സി രവീന്ദ്രനാഥിനാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്? 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്ലാസ്ഗോ. സ്കോട്ട്ലാൻഡിലെ
ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത്. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 16ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9-നാണ് 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ബ്രിസ്ബേൺ. ബ്രിസ്ബേണിലാണ് 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ ഓപ്ഷൻ സി ഇ പി രാജഗോപാൽ. ഇ പി രാജഗോപാലാണ് 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷ സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ വി ഹരിനായർ. വി ഹരിനായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭ പ്രസിഡന്റ് ആരാണ്? അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്രസഭ പൊതുസഭ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അന്നലീന ബെയർബോക്ക്. അന്നലീന ബെയർബോക്കാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്രസഭ പൊതുസഭ പ്രസിഡന്റ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗംഗ എക്സ്പ്രസ് വേ. ഗംഗ എക്സ്പ്രസ് വേ ആണ് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി അങ്കലേശ്വർ, ഗുജറാത്ത്. ഗുജറാത്തിലെ അങ്കലേശ്വറിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആരംഭിച്ചത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളം. കേരളമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം. നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആര്? നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഫിൻലാൻഡ്. ഫിൻലാൻഡാണ്
ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം? ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂമികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂമികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂമികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കെ മുരളീധരൻ. കെ മുരളീധരനാണ് കേരളത്തിലെ നിലവിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ആൻസർ ഓപ്ഷൻ ഡി, കെ ജി ശങ്കരപിള്ള. കെ ജി ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രാൻസ്. ഫ്രാൻസിലാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 48 49ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2026 48 49ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലാണ് 2026 48 49ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത്. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? കേരള തുറമുഖ വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ എ, വി ഡി സതീശൻ. വി ഡി സതീശനാണ് കേരള തുറമുഖ വകുപ്പ് മന്ത്രി. കേരള വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? കേരള വൈദ്യുത വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ എ, സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള വൈദ്യുത വകുപ്പ് മന്ത്രി. 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാവുന്നത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഐച്ചി നാഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയയിലാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. കേരള നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലം. കേരള നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോട്ടയം. കോട്ടയമാണ് കേരള നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലം. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാൻ്റെ മണ്ഡലം ഏതാണ്? കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാൻ്റെ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അരൂർ. അരൂരാണ് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാൻ്റെ മണ്ഡലം. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത് എവിടെയാണ്? 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, അന്റാലിയ. തുർക്കിയിലെ അന്റാലിയയിലാണ് 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത്. 2025 ആഗോള AI ആക്ഷൻ സമ്മിറ്റിന് വേദിയായത് എവിടെയാണ്? 2025 ആഗോള AI ആക്ഷൻ സമ്മിറ്റിന് വേദിയായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, പാരീസ്. ഫ്രാൻസിലെ പാരീസിലാണ് 2025 ആഗോള AI ആക്ഷൻ സമ്മിറ്റിന് വേദിയായത്. 2026 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് 2026 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത്.
2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത്? 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, അങ്കാറ. തുർക്കിയിലെ അങ്കാറയിലാണ് 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത്.